എനിക്ക് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടത് ആ ലവ് ആക്ഷൻ ഡ്രാമയിൽ ആരായിരുന്നു നായികയായിട്ട് വന്നത്? നയൻതാര. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോയിൻ അല്ലേ നയൻതാര. നമുക്ക് മലയാളികൾക്കൊക്കെ വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ള നടിയാണല്ലോ. ഈ അജു വർഗീസ് ഒരു വേണ്ടാതീനം പറഞ്ഞു നടക്കുന്നുണ്ട്. അതായത് ഈ നയൻതാര ഈ സിനിമയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഈ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന ഈ സിനിമയുടെ കഥയല്ല ധ്യാൻ പോയി പറഞ്ഞു, വേറൊരു സിനിമയുടെ കഥ പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്യിച്ച് അവരെ കുഴിച്ചടിച്ചെന്നാണ് ഈ അജു വർഗീസ് പ്രചരിപ്പിക്കുന്നത്. അല്ല, കഥ ഏതാന്നുള്ളതല്ലോ വിഷയം. അവര് വന്നല്ലോ അല്ലേ, അവരെ വരുത്തുക എന്നുള്ള ഞാൻ പറഞ്ഞ എന്റെ ജീവിതം പറഞ്ഞു അല്ലേ. ഞാൻ വിചാരിച്ചെന്ന് പറയാം, ശ്രീനേട്ട് എഴുതിയ പഴയ ഏതെങ്കിലും തിരക്കഥ ശോഭനയൊക്കെ മെയിൻ റോളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും സിനിമയാണോ അവരോട് പറഞ്ഞു കൊടുത്തത്? അല്ല, അവരത്ര ബുദ്ധിശൂന്യല്ലോ സിനിമ. പക്ഷെ ഞാൻ പറഞ്ഞ പല ആ കഥകളിലൊക്കെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ രസങ്ങളൊക്കെ ആയിരുന്നു, തമാശകളൊക്കെ. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതെവിടെ, ആ സീനൊക്കെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വരും എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ മറന്നുപോയി. അടിച്ചു കയറ്റിയതാ. അപ്പൊ പിന്നീടാണ് ഞാൻ എന്ത് പറഞ്ഞു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അറിയാമോ ശ്രീനിവാസന്റെ മകനാണ് ഇത് എന്നൊക്കെ അറിയാമോ നയൻതാരയ്ക്ക്? പിന്നെ കഥ പറയാൻ ചെല്ലുമ്പോഴും അറിയാം. പിന്നെ അപ്പൊ ആ ഒരു ഹാലോയിൽ ഒരു ഇംപ്രഷനിലും ആയിരിക്കും അവരിയ്ക്കുന്നത് അല്ലേ. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞു. ചെയ്യുന്നു. ഞാനത് പ്രതീക്ഷയാണോ പോയത്? അങ്ങനെ റിപ്ലൈ ആണോ പ്രതീക്ഷിച്ചത്? ഒന്നും പ്രതീക്ഷിച്ചല്ലോ. കാരണം നമ്പർ ഇഷ്ടപ്പെടാതിരിക്കാം. നമുക്കറിയില്ലല്ലോ അവരെന്താണ് ആ സമയത്ത് നമ്മളിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമുക്ക് ഒരു പിടിയില്ല. ഇതുപോലെ ഏതെങ്കിലും നായികമാരോട് പറഞ്ഞ് ഒരു നോ പറഞ്ഞ കേസുണ്ടോ? ഇല്ല. അങ്ങനെ എനിക്കൊന്ന് ഈ പെൺകുട്ടികളെ ഡീൽ ചെയ്യാൻ ധ്യാൻ ഒരു പ്രത്യേക ബിരുദമുണ്ട്. ഞാൻ എന്താ ഈ സോഷ്യൽ മീഡിയ പെൺകുട്ടികൾ തന്നെ ധ്യാനോട് ചോദ്യം ചോദിക്കുമ്പോഴേ അവരെയൊക്കെ അടിച്ച് തകർത്ത് മുന്നോട്ട് ഏതോ ഒരു പുരുഷൻ വന്നിട്ട് ചോദിക്കുമ്പോഴേ ധ്യാൻ ഒരു താല്പര്യമില്ല മറുപടി പറയാൻ, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പോലെ പറയാം. ഞാനിപ്പോ നല്ല ഇൻട്രസ്റ്റോട് നല്ല പരിചയം ഉണ്ടോ എന്നോട് പറയല്ലോ. അങ്ങനെ ഒരു കാണിച്ചു തരും സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ ഒരു ആൺപെൺ വ്യത്യാസമില്ല. എന്നാലും പെൺകുട്ടികളോട് നമുക്കൊരു മമത ഉണ്ടാവുമല്ലോ. ആ താല്പര്യം അത് കൂടി നിൽക്കുന്നു ഞാൻ ചോദിക്കാം. താല്പര്യമില്ല, ഒരു മമത, പ്രതിപത്തി, ഒരു ലാളന, വാത്സല്യം. എന്നിട്ട് ചോദിച്ചിട്ട് അവരെ ഒളിച്ചു കിടക്കേണ്ടി വന്നോ പിന്നെ ലൊക്കേഷനിൽ? അല്ല, ഇടക്കിടക്ക് ചോദിക്കും. അപ്പൊ ഇത് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്റെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു, എന്റെ കൂടെ എന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു തുടങ്ങി എന്തൊക്കെയാ പറഞ്ഞെന്ന്. അവനും ഓർമ്മയില്ല. പക്ഷെ അതെങ്ങനെയൊക്കെയോ നമ്മള് മാനേജ് ചെയ്ത് പോയി. പക്ഷെ അതൊക്കെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആയെന്ന് തോന്നി. പക്ഷെ അന്ന് തരക്കേടില്ലാതെ പോയി. അവര് ലാസ്റ്റ് ഡേ അവര് സംസാരിച്ചിട്ടൊക്കെയാണോ പോയത്? അവരുടെ പ്രതീക്ഷ മൊത്തം താഴ്ന്നാണല്ലോ. അല്ല, ഈ ധ്യാൻ എപ്പോഴെങ്കിലും ധ്യാൻ എഴുതാൻ പോകുന്ന ഒരു കഥയുടെ ഒരു സൂചന, പ്രമേയം അച്ഛനോടൊന്ന് ഡിസ്കസ് ചെയ്യുമോ? ശ്രീനേട്ട ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതിൽ വളരെ വ്യവസ്ഥാപിതമായി തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അറിയാവുന്ന ആൾ. അതിന്റെ എല്ലാ സംഗീതവും പുള്ളിക്ക് അറിയാം. അതിലെ സർഗസിദ്ധി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് പടങ്ങളിലൂടെ. അപ്പൊ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ലവ് ആക്ഷൻ നിവിനും നയൻതാര അഭിനയിച്ച സിനിമയിൽ അച്ഛനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, നയൻതാരയുടെ അച്ഛനായിട്ട്. അതിൽ ഞാനൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അച്ഛൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ അച്ഛനാണെന്ന് ആരും പറയില്ലല്ലോ, എല്ലാവർക്കും ഒരു സംശയമാണ്. അത് ഇഷ്ടപ്പെട്ടു. അപ്പോ അതിൽ നിവിൻ പറയുന്നുണ്ട് തിരിച്ച് അതേന്ന്. അപ്പൊ ഞാൻ അതിന്റെ കഥ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അതിന്റെ കഥ നയൻതാരയുടെ അച്ഛനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുള്ളി അപ്പൊ തന്നെ റെഡി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു. എന്തുകൊണ്ട് അതെന്ന് എനിക്കറിയില്ല, പൈസ പോലും ചോദിച്ചില്ല. പക്ഷെ ഞാൻ പിന്നീടൊരു സിനിമ ഇപ്പൊ അത് ഇറങ്ങിയിട്ടില്ല. ആ സിനിമ ചെയ്തപ്പോ അതിനകത്ത് അച്ഛനൊരു ചെറിയ വേഷം, അതില് നയൻതാര ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനായിട്ടാ വിളിച്ചത്. അപ്പൊ കഥ ചോദിച്ചു. അപ്പോ എന്താ കഥ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കഥ പറയേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലിപ്പോ എന്തിനാ കഥ, കഴിഞ്ഞ കഥ അറിയണ്ടല്ലേ വന്നല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞു ഇല്ല, കഥ പറ, എന്താണെന്ന് അറിയണല്ലോ. അതിലാണെങ്കിൽ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഫുൾ കഥ പറഞ്ഞു കൊടുത്തു. എന്നിട്ടാണ് വന്നത്. ഇംപ്രസ്ഡ് ആയി. അവിടെ എന്റെ ഒരു സംശയം, ശമ്പളമാണല്ലോ ഏറ്റവും പ്രശ്നം. അപ്പൊ ശ്രീനിയേട്ടൻ കൃത്യമായി കാശ് പറഞ്ഞിരുന്നു? അച്ഛൻ ആദ്യം ലവ് ആക്ഷനിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് ചെന്നൈയില് ഒരു ലാൻഡ്, ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് കുറെ കാലമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെന്നൈ മാറി ഇങ്ങോട്ടേക്ക് ആയല്ലോ, ചോറ്റാനിക്കരൊക്കെ ആയല്ലോ. അച്ഛൻ അത് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ അന്ന് വന്നിട്ട് അതിന്റെ ഒരു അന്ന് കുറച്ച് 5-6 വർഷം മുന്നേ അത്. അപ്പൊ അന്ന് ആ സ്ഥലം കച്ചവടമായി നിൽക്കുന്ന സമയത്താണ് ഞങ്ങള്
ഈ ലവ് ആക്ഷന്റെ മെയിൻ സീക്വൻസും ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര ടൈറ്റായി. കാരണം നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ വിശാഖ് എവിടെ നിന്നൊക്കെയോ കാശ് ഒപ്പിക്കുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വിശാഖ് എന്നോട് പറഞ്ഞു, ഒരു വഴിയുണ്ട് എനിക്ക് തുറന്ന മുന്നിൽ കാണുന്നുണ്ട്, അത് ഞാൻ അളിയനോട് സമ്മതം ഞാൻ എന്താന്നുള്ളത് പിന്നെ പറയാം. ഞാൻ പറഞ്ഞ അളിയ എവിടുന്ന് കാശ് കിട്ടുന്നു, ആരുടെ കിട്ടുന്നു വാങ്ങിച്ചു, കുഴപ്പമില്ല. പിറ്റേ ദിവസം തന്നെ അവൻ ആ കാശ് ഒപ്പിച്ചു, ഷൂട്ട് തീർത്തു, ആ സ്കെഡ്യൂൾ നമ്മൾ തീർത്തു. ആ സ്കെഡ്യൂൾ തീർത്ത് പോയി വീട്ടിൽ പോയതിനു ശേഷമാണ് അവൻ എന്നോട് പറയുന്നത് ആ കാശ് എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പുരയുടെ വിറ്റ കാശ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടുത്തെ കടം തീർത്തത്. അതൊരു കൊടുത്തു. ചെറിയ കാര്യമല്ല. കാരണം അന്ന് പുള്ളി അഭിനയിക്കാൻ വന്ന ആള്, പുള്ളിക്ക് പുള്ളിയുടെ കാശ് കിട്ടിയിട്ടില്ല. അന്ന് വന്ന് അഭിനയിക്കാൻ വന്ന ആളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങള് സെറ്റിൽ ചെയ്തത്. ചിലപ്പോ ഞാൻ ചോദിച്ചാൽ തരില്ലായിരുന്നു. അത് അജു അതിനിടയിൽ ഇതുപോലെ അന്നത്തെ സ്കെഡ്യൂളിലൊക്കെ ബില്ല് വരാനുള്ള പല 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 ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളൊരു മോളില് ഷൂട്ട് ചെയ്യാം, ഒരു ഷോപ്പിംഗ് മോളിൽ. ഈ ഷോപ്പിംഗ് മോളിന്റെ താഴെ ഈ ചെറിയ അജു ഭയങ്കര പ്രൊഡ്യൂസറുമാണ്, അഭിനയിക്കുകയും ചെയ്യുന്നു, ഭയങ്കര സ്ട്രെസ്സാ, ഭയങ്കര എന്ത് പറഞ്ഞാൽ രാത്രിയൊക്കെ ഇരുന്ന് ഇത് എന്തായാലും നമ്മുടെ എത്രയും ചിലവാകുന്നു, അവിടെ നിന്നൊക്കെ കാശ് മറിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുന്നതിനിടയിൽ രാത്രിയൊക്കെ ആകുമ്പോൾ പുള്ളിക്ക് സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയാതെ മസാജ് ചെയ്യുന്നു. അതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഒരു മോള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മസാജർ താഴെ, എല്ലാ മോളിന്റെ താഴെയൊക്കെ മസാജർ കസേര ഉണ്ടാവുമല്ലോ, അതെ, ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പണിക്കൂറിനൊക്കെ 300-400 രൂപ എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മുടെ കയ്യിൽ അന്ന് കൊടുക്കാനൊരു എന്നുവെച്ചാൽ ഒരു കഷ്ടിക്കാശേ ഉള്ളൂ അന്നത്തെ പ്രൊഡക്ഷൻ, അന്നത്തെ ചെലവിനുള്ള. അങ്ങനെ ഒരു പെട്ടെന്നൊരു ബില്ല് വന്നു. ആ ബില്ലെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം മണിക്കൂറുകളോളം മസാജ് ചെയ്തതിന്റെ ബില്ലാണ്. സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്തത്. ഈ മസാജ് ചെയറിൽ മണിക്കൂറുകളോളം എന്ന് വെച്ചാൽ പിന്നെ ഈ ചെയറിൽ ഇരുന്നിട്ടാണ് കാശ് ചോദിക്കുന്നതൊക്കെ. ഈ ചെയറിൽ കുത്തി ഇരുന്നിട്ട് ആ മസാജ് ചെയർ വാങ്ങിക്കാൻ അത്രയും പൈസ ആവില്ല. അത്ര എന്ന് വെച്ചാ ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞ, എന്നാൽ പോലും നമുക്ക് അനാവശ്യമായിട്ടുള്ള അങ്ങനത്തെ ചെലവുകൾ. കാരണം ഈ കാശ് വരുന്നതിനോടൊപ്പം തന്നെ പാഴ്ചെലവുകൾ ഉണ്ടാക്കി വെക്കാൻ കറക്റ്റായിട്ടുള്ള പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാറാൻ സ്വാഭാവികമായിട്ടും രാത്രിയാകുമ്പോൾ ചെറിയ ഉത്സാഹ പരിപാടി വേണം, ആ ഹോട്ടലിൽ വരുമ്പോ ഇത് വേണം. അപ്പൊ ഈ അടിക്കുന്ന മദ്യത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. അപ്പം ഒരു പ്രശ്നം തീർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നെന്താ പ്രശ്നം, അവിടുത്തെ പൈസ കൊടുക്കണല്ലോ, എന്നാ പിന്നെ ഒരു 2 കുപ്പി പറ. അപ്പൊ ഈ കുപ്പിക്കുള്ള പൈസ ഇല്ല. അപ്പം കാശ് വരുന്നതിനോടൊപ്പം തന്നെ പാഴ്ചെലവുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്.